ഇറങ്ങി തിരിച്ചു. വേറെ ഒന്നും അവർ കണ്ടില്ല. വേറെ ഒന്നും ഒരു മനുഷ്യന്റെ മുഖത്തിലേക്ക് അവർ നോക്കിയില്ല. എനിക്കറിയാം, ആശ്രമത്തിന്റെ ആദ്യ നാളിൽ പറഞ്ഞ ചരിത്രങ്ങളും സംഭവങ്ങളും നല്ലതുപോലെ ഞങ്ങൾക്കറിയാം. കാരണം അതിന്റെ ഒരു 8 വീടുകൾക്കപ്പുറമാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ ഞങ്ങളെ വളരെയധികം ഞങ്ങളെ സഹായിച്ചിട്ടുള്ള കൈത്താങ്ങൽ തന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് വിജയദാശ്രമം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നടത്തിപ്പ്, ദൈവത്തിന്റെ പരിപാലനം, ദൈവത്തിന്റെ കാവല്, ദൈവത്തിന്റെ സൂക്ഷിപ്പ് എത്രയോ വ്യക്തമായി അനുഭവിച്ചറിയുവാൻ ദൈവാശ്രമത്തിനുള്ള ഭാഗ്യം നൽകി തന്നിട്ടുണ്ട്. അദൃശ്യനായ ദൈവത്തെ കണ്ട ആ ഉറപ്പ്, കാരണം ഞാൻ ആ ദൈവത്തെ കണ്ടതാണ്. He may be invisible for you, but I saw him. എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങൾക്ക് അദൃശ്യനായിരുന്നേക്കാം, പക്ഷേ ആ ദൈവത്തെ ഞാൻ കണ്ടതാണ്. അതായിരുന്നു കഴിഞ്ഞ നാളുകളിൽ ഇവരെ നടത്തിക്കൊണ്ടുവന്ന, ഇവരെ ഇതുവരെ മുന്നോട്ട് പോകുവാൻ അവരെ ശക്തീകരിച്ച അനുഭവം എന്ന് പറയുന്നത്. They have something to share to the world. ലോകത്തോട് അവർക്ക് വിളിച്ചു പറയാനുണ്ട്, ഞങ്ങൾ ദൈവത്തെ കണ്ടിറങ്ങിയവരാണ്. തിരുവനന്തപുരം ഭാഗം ഞാൻ കടമെടുക്കട്ടെ. അവിടെ ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ സ്പർശിച്ചതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതുമായ ഒന്നുണ്ട്. അതാണ് ഞങ്ങൾക്ക് പ്രസംഗിപ്പാനായിട്ടുള്ളത്, അതാണ് ഞങ്ങൾക്ക് സുവിശേഷിക്കുവാനായിട്ടുള്ളത്. ഈ ആശ്രമത്തെ കഴിഞ്ഞ നാളുകൾ മുഴുവൻ നിലനിർത്തിയത് ആ ഒരു അനുഭവമായിരുന്നു. ആ അനുഭവം ഞാൻ ഇനി ഒരു കാര്യം കൂടെ ചേർന്ന് പറയാം, കൂട്ടി പറയാം. ആ അനുഭവം പ്രാപിച്ചവർക്ക് ആശ്രമത്തിൽ നിൽക്കാനും ഒക്കത്തുള്ളൂ. പെണ്ണക്കൊച്ചമ്മ അദൃശ്യനായ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും നിൽക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ കണ്ടെങ്കിലേ നിങ്ങൾക്ക് നിൽക്കാൻ ഒക്കത്തുള്ളൂ. സാറാമുഖച്ചമ്മ കണ്ടതുകൊണ്ടാ സാറാമുഖച്ചമ്മ നിൽക്കാനായിട്ട് സാധിച്ചത്. ആ ദൈവത്തെ കണ്ട മറ്റു ചിലരൂടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരാരും സാറാമുഖച്ചമ്മയുടെ ദൈവത്തെ അല്ല കണ്ടത്, അവരും കണ്ടത് അദൃശ്യനായ ഒരു ദൈവത്തെയാണ്. ഇന്ന് രാത്രികാലം കർത്താവ് കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വഴികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴ്, ഓർക്കുമ്പോഴ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുകയും, അതും മാത്രമല്ല അടുത്തൊരു തലമുറയ്ക്ക് ഇവർ വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. ഇവർക്ക് പറയുവാനുള്ള ഒരു കാര്യമുണ്ട്, ദൈവം ഞങ്ങളെ നടത്തിയെങ്കിൽ ആ ദൈവം നിങ്ങളെയും നടത്താൻ ശക്തനാണ്. അവർ കടന്നു വന്ന വഴികള്, അവർ നടന്നു വന്ന പാതകളിൽ ഇന്ന് പലർക്കും കടന്നു പോകേണ്ടതായിട്ടില്ല. കാരണം സാഹചര്യങ്ങൾ മാറി, സൗകര്യങ്ങൾ മാറി. അന്നത്തെ പോലുള്ള ഉപദ്രവങ്ങളില്ല, നിന്ദകളില്ല, ആക്ഷേപങ്ങളില്ല, പ്രതികൂലങ്ങളില്ല. അതിനെല്ലാം വളരെ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു. അവർ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായി, ഒരു ഹരമായി, ഒരു ചേതോവികാരമായി നിലകൊള്ളുകയാണ്. അവരെ ദൈവം നടത്തിയെങ്കിൽ, ജയോത്സവമായി ദൈവം പരിപാലിച്ചെങ്കിൽ, ദൈവം അവരെ നടത്തിയെങ്കിൽ ആ ദൈവം ഞങ്ങളെ നടത്തുവാൻ പര്യാപ്തനാണ്. ആ തലമുറയ്ക്ക് പറയുവാനുള്ള ഒരു കാര്യമുണ്ട്, ഞങ്ങളെ നടത്തിയ ദൈവം നിങ്ങളെ നടത്തുവാൻ ശക്തനാണ്. കഴിഞ്ഞ 75 വർഷക്കാലം അവൻ ഞങ്ങളെ നടത്തിയെങ്കിൽ അത് നടത്തി എന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് അവിടെ ചെല്ലാനായിട്ട് കാണാൻ കഴിയുന്നത്. ആരെയും ഒന്നാക്കാൻ കഴിയും. ദൈവം ഒന്നിനും പോരാത്തവനാണ്. ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത ഒന്നുമില്ല, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം. ഒട്ടുപാറ ചെന്നാൽ കാണാം, നല്ലപ്പള്ളി ചെന്നാൽ കാണാം, മൂന്നാറിൽ ചെന്നാൽ കാണാം, വയനാട്ടിൽ ചെന്നാൽ കാണാം. അവിടെ എല്ലാം ഒന്നുമില്ലായ്മ ആരംഭിച്ചിട്ട് ദൈവം ജയോത്സവമായി അവരെ നടത്തിയ ചരിത്ര അനുഭവങ്ങൾ ഓരോരുത്തർക്കും പറയുവാനായിട്ടുണ്ട്. എന്റെ വാക്കിൽ നിന്ന് വിരമിക്കട്ടെ. ശക്തന്മാരായ ദൈവദാസന്മാർ എനിക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോട് ഉദ്ബോധിപ്പിക്കാനായിട്ടുണ്ടല്ലോ. ആയാൽ ഒരു കാര്യം എനിക്ക് ആശ്രമത്തിലുള്ളവരോട് പറയുവാനായിട്ടുള്ളത്, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ മതിയായവരാണ്. മനുഷ്യമുഖത്തേക്ക് ഇതുവരെ നോക്കാതെ അവന്റെ മുഖത്തേക്ക് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് മാത്രം നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചതുപോലെ this is the time that you can rededicate yourself once again. ഒരിക്കൽ കൂടെ നിങ്ങളെ ദൈവസ്ഥനിൽ പുനഃപ്രതിഷ്ഠ ചെയ്യുവാൻ, നിങ്ങളുടെ തീരുമാനങ്ങളെ പുതുക്കുവാൻ, ദൈവസ്ഥനിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ ഒരിക്കൽ കൂടെ ബലപ്പെടുത്തുവാനുള്ള ഒരു അവസരമായി ഇത് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. It's a time of rededication. കർത്താവേ, ഈ 75 വർഷം കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നെങ്കിൽ, ഇവിടെ ചിലർക്കെങ്കിലും അത് ലഭിക്കും, എന്നെ പോലുള്ളവർക്ക് ലഭിക്കും തോന്നുന്നില്ല.
അല്ലെ പെണ്ണമാമയെ പോലുള്ളവർക്ക് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ there is another generation, മറ്റൊരു തലമുറയുടെ ഉണ്ട്. അവർക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയും. കർത്താവേ, അടുത്ത 75 വർഷങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾക്കും സന്തോഷത്തോടെ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയണം, ഈ ദൈവം ഞങ്ങളുടെ ദൈവമായി ഞങ്ങളോട് കൂടെ ഇരുന്നു, ഞങ്ങളുടെ സകല ആവശ്യങ്ങൾ അവൻ പരിഹരിച്ചു, ഞങ്ങളുടെ സകല ആവശ്യങ്ങൾക്ക് അവൻ മതിയായവനായിരുന്നു എന്ന് അടുത്തൊരു തലമുറയോട് നമുക്ക് സാക്ഷിപ്പാൻ കഴിയേണ്ടതിന് നമ്മെ തന്നെ ദൈവസ്ഥനിൽ റീഡെഡിക്കേറ്റ് ചെയ്യുന്ന, പുനഃപ്രതിഷ്ഠ ചെയ്യുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കട്ടെ. അതുകൊണ്ട് ഈ ദിവസത്തിന് 3 പ്രാധാന്യമായി ഞാൻ കൽപ്പിക്കുന്നത്. ഒന്ന്, ദിസ് ഈസ് എ താങ്ക്സ് ഗിവിംഗ് ഡേ. ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങൾ നടത്തിയ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നന്ദി അർപ്പിക്കുന്നു. രണ്ടാമത്, ദിസ് ഈസ് എ ഡേ ഓഫ് സെലിബ്രേഷൻ. ഇത് നമ്മുടെ ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. ഇത്രയും നാൾ നമ്മെ ജയോത്സവമായി നടത്തിയ ദൈവത്തെ, നമ്മൾ ജയോത്സവത്തോ നമ്മൾ ആഹ്ലാദിച്ച ദൈവത്തിന് നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഉല്ലസിക്കുകയും കൂടെ ചെയ്യുകയാണ്. അവരുടെ വിശ്വസ്തതയ്ക്ക് നാം അവരുടെ സന്നിധിയിൽ ആഘോഷിക്കുകയാണ്. മൂന്നാമത്, this day be a day of rededication. നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ പുനഃപ്രതിഷ്ഠ ചെയ്യുന്ന ഒരു ദിവസം കൂടെ ആയിത്തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളിലൂടെ എൻ്റെ ഉപക്രമ പ്രസംഗത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. തുടർന്ന് കർത്താവദാസൻ ഡോക്ടർ ടി.പി. എബ്രഹാം അവർ ജൂബിലി ഇനോഗ്രേഷൻ നടത്തുകയും ഔദ്യോഗികമായിട്ട് ഈ സമയത്ത് ജൂബിലി ഇനോഗ്രേഷൻ വേറെ ആരെങ്കിലും ബദേലാശ്രമത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഔദ്യോഗികമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഗായക സംഘത്തിന് ഈ പാട്ട് അറിയാമോന്ന് എനിക്കറിയത്തില്ല. ബദേലാശ്രമം ഈ സമയത്ത് ബദേലാശ്രമ സഹോദരിമാര്